ഹലോ, എല്ലാവർക്കും സഫി സോമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ 2024 ഡിസംബർ 31 രാത്രി ഒരു 9:30 ആയിട്ടുണ്ടാവും. ഇപ്പം ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. കാരണം ജനുവരി 1 എനിക്ക് കേക്ക് ഓർഡർ ഉണ്ട്. അപ്പോൾ 2024 ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കുറേ കാര്യങ്ങൾ നടന്നു, വിഷമമുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാളുപരി എനിക്ക് സന്തോഷമുള്ള കാര്യം നടന്നു. സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ടത്, അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടത് എന്നും ഇങ്ങനെ ചേർത്ത് വെക്കാൻ അങ്ങനെ ഒരു കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, അതിലേറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെന്നും അങ്ങനെ പ്രിയപ്പെട്ടതായി തന്നെ ഉണ്ടാവും, എന്നും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ച് കടന്നുപോയ ഒരു 2024 അതിനിടയിൽ എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ, മൂഡ് സ്വിങ്സ് ഉണ്ടായിരുന്നു, ഡിപ്രഷൻ സ്റ്റേജ് ഉണ്ടായിരുന്നു. ഡിപ്രഷനൊന്നും ഞാൻ പോവേണ്ട കാര്യമൊന്നുമില്ല, കാരണം അതിനുള്ള ഒരു പ്രശ്നങ്ങളും എനിക്കില്ല. പിന്നെ എന്തിനാണ് ഞാൻ ഡിപ്രഷൻ സ്റ്റേജിൽ പോയെന്ന് വെച്ചാൽ ഹോർമോണിൻ ഇൻബാലൻസിങ് ഒക്കെ നടന്നതിൻ്റെതും വൈറ്റമിൻ D3 പ്രശ്നം കൊണ്ടും, പിന്നെ ഏജൊക്കെ ആയില്ലേ, വയസ്സായില്ലേ എന്ന് പറയും പോലെ അങ്ങനെ ഒരു അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും എൻ്റെ 2024 ഞാൻ വീണ്ടും കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു. ആർക്കും അധികം അവൈലബിൾ ആവരുത് എന്ന് ഞാൻ പഠിച്ചത് അപ്പോഴാണ്. കാരണം നമ്മളൊരാളിന് അധികം അവൈലബിൾ ആകുമ്പോഴാണ് അവർക്ക് നമ്മുടെ അടുത്ത് വലിയ വിലയൊന്നും ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആളിനോട്, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആളിനടുത്ത് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചില്ലെങ്കിലോ, അല്ലെങ്കിൽ അങ്ങോട്ട് മിണ്ടിയില്ലെങ്കിലോ ഞാൻ അങ്ങോട്ട് മിണ്ടും, വിളിക്കും, സംസാരിക്കും, ഏതാണെന്ന് അന്വേഷിക്കും. കാരണം അത് എനിക്കിഷ്ടമാണ് അങ്ങനെ ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ. അതിൽ ഞാൻ പിന്നെ എന്താ പറയുക, ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല. അതെനിക്കിഷ്ടമാണെങ്കിൽ ഞാൻ ചെയ്യും, അത്ര തന്നെയാണ്. അപ്പം എന്താ പറയുക, നമ്മുടെ ആ ഒരു തിരിഞ്ഞു നോട്ടം 2024 തിരിഞ്ഞു നോട്ടത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്ന കൂട്ടത്തിൽ നടന്ന കുറച്ച് കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിൾ അത് ഭയങ്കരമായിട്ട് കൂടി. പിന്നെ ഏതൊക്കെയാണ് നമ്മളെ കൂടെ നിന്നിട്ടും നമ്മളെ മനസ്സിലാക്കാത്ത സുഹൃത്തുക്കൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെയുള്ള സുഹൃത്തുക്കളെ മനസ്സിലാക്കാൻ പറ്റി. പക്ഷെ ആരടുത്തും ദേഷ്യമില്ല, സങ്കടവും ഇല്ല, വിഷമവും ഇല്ല. അവരുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അതാണ് ശരിയെന്ന് തോന്നുന്നു, അത്രയേ ഉള്ളൂ. ആരോടും പിണക്കമില്ല, ഒരു മനുഷ്യനോടും പിണക്കമില്ല, ഒട്ടുമില്ല. ഒരു പിണക്കോ ദേഷ്യമോ ഒന്നുമില്ല. പക്ഷേ ഞാൻ എൻ്റേതാണ് എന്ന് വിചാരിച്ചിരുന്ന വ്യക്തികളൊന്നും എൻ്റേതല്ല എന്ന് എനിക്ക് മനസ്സിലായത് 2024 ഒരു എൻഡിങ് ആ സമയത്താണ്. പ്രശ്നമില്ല, ഞാനത് റിക്കവറായി വന്നു. ഞാൻ ആ സമയത്ത് ഭയങ്കര ഡൗൺ ആയിപ്പോയിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ഓക്കെയാണ്, റിക്കവറായി വന്നു. അപ്പോൾ അത് പോട്ടെ. ഹാപ്പി ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബ്രാൻഡ് നെയിം, അതായത് ഒരു സഫീസ് ഹോം എന്ന് പറയുന്നൊരു കേക്കിൻ്റെ ഒരു ബ്രാൻഡ് നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയൊന്നും ആവുമെന്ന് വിചാരിച്ചിട്ടേ അല്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു വ്യക്തി ഞാനിപ്പം 2024 ഒരുപാട് കാര്യങ്ങൾ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് കാര്യങ്ങൾ നേടിയിട്ട് നിൽക്കുകയാണ്. പക്ഷെ എനിക്ക് ഇനിയും ഒരുപാട് നേടാനുണ്ട്. എനിക്ക് ഇനിയും അത് നേടണം എന്നൊരു സ്വപ്നമുള്ള, അല്ലെങ്കിൽ എനിക്കത് പറ്റും, എനിക്കങ്ങനെ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ 2024 ഞാൻ എൻ്റെ സഫീസ് ഹോം എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ കുറച്ച് ഡെവലപ്പ് ചെയ്യണം എന്ന് വിചാരിക്കുന്നതല്ലാണ്ട് അതിനെ എങ്ങനെ കൊണ്ടുവരും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നമ്മൾ കറക്റ്റ് സമയത്ത് എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടും. അത് ഫാമിലിയും ഭയങ്കര സപ്പോർട്ടാണ്. ഒന്ന് ഡൗൺ ആയി പോകുമ്പോഴാണെങ്കിലും എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് മുമ്പിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഫാമിലി ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോയി. 2025 ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും മീൻസ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഇതിൻ്റെയൊന്നും വലിയ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം. പക്ഷേ അതൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലേ നേരെ പോവുള്ളൂ, അങ്ങനെയാണ്. അപ്പം നമ്മൾ ഇത് കഴിഞ്ഞു, എന്താ പറയുക, അങ്ങനെ സഫീസ് ഹോമിൻ്റെ ഇങ്ങനെ അതെല്ലാം കഴിഞ്ഞിങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കുമ്പോൾ സമയത്ത് നമ്മളിപ്പോൾ വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ എത്തനിക് എഗ്സ് ആൻഡ് ബെഗ്സ് എന്നും പറഞ്ഞിട്ടൊരു എന്താ പറയുക, ഹോം വർക്കേഴ്സ് അസോസിയേഷൻ രൂപീകരിച്ചു. അതായത് കുറച്ചും കൂടി ഇനിയും നമുക്ക് എന്തോ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ളൊരു തോന്നൽ ഉണ്ടായി. ലൈഫിൽ വേറൊരു തലത്തിലോട്ട് അതെത്തും എന്നുള്ളൊരു തോന്നൽ വന്നു. അപ്പോൾ എന്തായാലും 2024 അവസാനിക്കുമ്പോൾ ഐ എം വെരി ഹാപ്പി. ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ 31 എൻഡിൽ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ്, അല്ലെങ്കിൽ ഒരു അടുത്തൊരു കാൽവയ്പ് തുടങ്ങി വെക്കാൻ പറ്റി. അത് ഭയങ്കര സന്തോഷമാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് ജീവിതം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നേടിയതല്ല എല്ലാം എന്നിലേക്ക് വന്നു ചേർന്നതാണ്. എന്തുകൊണ്ടോ നമ്മൾ ആരെയും നോവിക്കാതിരുന്നാൽ അത് നമുക്ക് വരും, നമ്മളിൽ എത്തിച്ചേരും എന്നതായിരിക്കും അതിൻ്റെ ഒരു സത്യാവസ്ഥ. എല്ലാവരോടും സ്നേഹം മാത്രം, ഇഷ്ടം മാത്രം. എൻ്റെ മനസ്സിൽ എന്നും
ഞാൻ എത്രയാണോ സ്നേഹിച്ചത്, ഞാൻ എത്രയാണോ നിങ്ങളെ ഇഷ്ടപ്പെട്ടത്, അത്രയും സ്നേഹം എനിക്ക് ഇന്നും ഉണ്ട്. ആരോടും ദേഷ്യമില്ല, വെറുപ്പില്ല, ഒന്നുമില്ല, ഹാപ്പിയാണ്. ഞാൻ ചില സമയം ഞാനൊരു മനുഷ്യനാണ്, ചില സമയം എനിക്ക് വിഷമങ്ങൾ ഉണ്ടാവാം. ആ സമയത്ത് ഞാൻ മാക്സിമം എല്ലാവരിൽ നിന്നും മാറി നിൽക്കാറുണ്ട്. ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും അറിയാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് പറയാനുള്ള ഒരു മനസ്സ് എല്ലാവരും കാണിക്കണം. അങ്ങനെ ആരും കാണിക്കാറില്ല പൊതുവെ. ഇപ്പോൾ കൂടെ നിൽക്കുമ്പോൾ കൂടെ നിൽക്കും, ഞാനില്ലാത്തപ്പം എനിക്കെതിരെ സംസാരിക്കുക. പക്ഷെ അത് മാനസികമായിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് നന്ദി, നമസ്കാരം, ടാറ്റാ.